ദേ ഇവിടെ ഒരു ഹാൻഡിലുണ്ട്, ഇത് തൂക്കിയിടുകയും ചെയ്യാം. അപ്പോൾ അവർ വന്ന് അവർക്ക് ആവശ്യമുള്ള തെന കഴിക്കുകയും ചെയ്യും. ഒരു തരി പോലും താഴെ വീഴുകയില്ല. നമ്മുടെ കിളിക്കൂടിന് ഏറ്റവും പ്രശ്നം വരുന്നത് ഉറുമ്പ് വരുന്നതാണല്ലോ. അപ്പോൾ ഈ തെന താഴെ വീണാലാണ് ഉറുമ്പ് വരുന്നത്. പക്ഷെ തെനയോ തെനയുടെ തോടോ ഒന്നും താഴെ വീഴാതെ ഈ പ്ലേറ്റ് തന്നെ കിടക്കും. അത്ര നല്ല വലിയൊരു പ്ലേറ്റാണ്. പിന്നെ അവരെടുക്കുന്നതനുസരിച്ച് ഒരെണ്ണം ഇവിടെ നിന്ന് എടുത്താൽ അടുത്ത ഒരു മണി താഴേക്ക് വരുള്ളൂ. ഒരു തെനയോ ഒരു മണിയോ പോലും അവർ വെറുതെ കളയില്ല. അതും ആവശ്യത്തിന് മാത്രം കൊത്തിയെടുക്കും. പിന്നെ എടുക്കുന്ന സാധനമോ അതിനകത്തുനിന്ന് പൊളിച്ച് അകത്തെ കഴിച്ചിട്ട് തോടും അവർ ആ പ്ലേറ്റിൽ തന്നെ വെച്ചേക്കും. എൻ്റെ ലവ് ബേർഡ്സിനെ തെനയിട്ട് കൊടുക്കുന്ന പാത്രമാണിത്. ഈ പാത്രത്തിൽ നിറച്ച് തെനയിട്ട് കഴിഞ്ഞാൽ അവരടിയിൽ നിന്ന് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അടുത്തത് താഴേക്ക് വരൂ. ഈ കൂടിൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ ഈ പാത്രമാണ്. ഈ പാത്രത്തിനകത്ത് തെനയിട്ട് കഴിഞ്ഞാൽ അവർ കഴിച്ചു കഴിഞ്ഞാലും ഒരു തരി തെനയോ അതിൻ്റെ തോടോ ഒന്നും താഴെ വീഴില്ല. ഈ ഗ്ലാസ് പാത്രത്തിൻ്റെ അടിയിലത്തെ ആ പ്ലേറ്റിനകത്ത് ഇതെല്ലാം വന്ന് കിടക്കും. പിന്നെ നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്താൽ മാത്രം മതി. നമ്മുടെ ഈ കിളിക്കൂട്ടിലെ ഒരു ഉറുമ്പ് പോലും വരില്ല. കാരണം എന്താണെന്നേ, ഉറുമ്പ് വരണമെങ്കിൽ തെനയുടെ തോട് താഴെ വീഴണം. താഴെ വീഴാതെ നമ്മൾ ഈ പ്ലേറ്റിലെല്ലാം കളക്ട് ചെയ്യുമല്ലേ. നമ്മുടെ ഈ തെനപ്പാത്രമേ ഞാനിവിടെ ഒരു എസ് കൊളുത്തിൽ തൂക്കിയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിങ്ങ് എടുക്കാനും ഇത് ഫില്ല് ചെയ്യാനും പറ്റും. ഇതാണ് നമ്മുടെ ആ പാത്രം. ഈ അടി കിടക്കുന്നതെല്ലാം അവർ പൊട്ടിച്ച് കഴിച്ച തെനയുടെ തോടുകളാണ്. അവർ ഒരു തെന എടുക്കുമ്പം ഇവിടെ വന്നാൽ അവർ തെന എടുക്കുന്നത്. ഇതിലേ വന്നെടുക്കുമ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ വീഴത്തുള്ളൂ. എക്സസ് ആയിട്ട് ഒരു സാധനം ഇതിനകത്ത് വീഴില്ല. പിന്നെ ഈ തെനയുടെ തോടുകളെല്ലാം താഴോട്ട് വീണ് ഒരു ഉറുമ്പോ ഒന്നും നമ്മുടെ കിളിക്കൂട്ടിലുണ്ടാവില്ല. അപ്പോൾ ഇത് മാത്രമായിട്ട് നമുക്ക് കളഞ്ഞാൽ മതി. റീഫിൽ ചെയ്യുമ്പോഴും നമുക്ക് ഇതിലേ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ പാത്രമേ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്നൊന്ന് കാണാം. ഇതേ ഈ രണ്ട് സൈഡിലും കൈവച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ ആ തോടുകളെല്ലാം താഴേക്ക് പോരും. അകത്ത് കിടക്കുന്ന തെന സേഫായിട്ട് അവിടെ കിടക്കുകയും ചെയ്യും. ഈ തെനയുടെ ഹോള് ഞാനിങ്ങനെ കൈ വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ അങ്ങ് കളഞ്ഞാൽ മതി. അപ്പോൾ ഈ തെനയുടെ തോട് താഴെ വീണാണല്ലോ ഉറുമ്പ് വരുന്നതും കിളികളെ അറ്റാക്ക് ചെയ്യുന്നതുമൊക്കെ. അങ്ങനൊരു പ്രോബ്ലം ഈ ഒരു കണ്ടെയ്നർ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോളേ നമ്മുടെ തെനപ്പാത്രം ഒരു പ്രാവശ്യം ഫില്ല് ചെയ്ത് കൊടുത്താൽ ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് കൂടുതലുണ്ട്. കാരണം നമ്മുടെ കിളികൾ കുറവാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ജസ്റ്റ് ഇങ്ങനെ അങ്ങ് തുറക്കുക. എന്നിട്ട് തെനയെടുത്ത് ഇതിലേ ഇടുക. യെസ്. സോ നമ്മുടെ തെന നമ്മൾ ഇത്രയും നിറച്ചു. ഇത് നിറയായി. അപ്പോൾ ഇവിടുന്ന് തന്നെ കൊത്തിയെടുക്കുമ്പോൾ ഇത് ഓരോ മണിയായിട്ട് താഴേക്ക് വരും. അപ്പോൾ അവർ വേസ്റ്റേജ് ആക്കി കളയുകയില്ല. പിന്നെ ഇതിൻ്റെ തോട് മുഴുവനും ഈ പ്ലേറ്റിൽ കിടന്നോളുകയും ചെയ്യും. നല്ലൊരു സൂപ്പർ ഐഡിയ അല്ലേ. ഇനി ഇതിൻ്റെ അടപ്പെടുത്ത് ടൈറ്റാക്കുക. ദേ ഇവിടെ ഒരു ഹാൻഡിലുണ്ട്. നമുക്ക് ആ ഹാൻഡിലിനെ ഇത് തൂക്കിയിടുകയും ചെയ്യാം. ഞാൻ അവിടെ ഒരു വള്ളി കെട്ടിയിട്ട് ഒരു എസ്കൊളുത്തിട്ടിരിക്കുക. ആ എസ്കൊളുത്തേൽ ഇത് തൂക്കിയിട്ടാൽ മതി. അപ്പോൾ അവർ വന്ന് അവർക്ക് ആവശ്യമുള്ള തെന കഴിക്കുകയും ചെയ്യും. ഒരു തരി പോലും താഴെ വീഴുകയില്ല. നമ്മുടെ കിളിക്കൂടിന് ഏറ്റവും പ്രശ്നം വരുന്നത് ഉറുമ്പ് വരുന്നതാണല്ലോ. അപ്പോൾ ഈ തെന താഴെ വീണാലാണ് ഉറുമ്പ് വരുന്നത്. പക്ഷെ തെനയോ തെനയുടെ തോടോ ഒന്നും താഴെ വീഴാതെ ഈ പ്ലേറ്റ് തന്നെ കിടക്കും. അത്ര നല്ല വലിയൊരു പ്ലേറ്റാണ്. പിന്നെ അവരെടുക്കുന്നതനുസരിച്ച് ഒരെണ്ണം ഇവിടെ നിന്ന് എടുത്താൽ അടുത്ത ഒരു മണി താഴേക്ക് വരുള്ളൂ. ഇനി നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന ഇതങ്ങോട്ട് തൂക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കിളിവാതിൽ പതുക്കെ തുറക്കണം. അവരെ ശല്യം ചെയ്യാതെ ഡിസ്റ്റർബ് ചെയ്യാതെ തുറക്കുക. അകത്തോട്ടെടുക്കുക.
ഇവിടെയാണ് എൻ്റെ എസ് കൊളുത്ത്. യെസ്, ഇത് എൻ്റെ കുഞ്ഞിക്കിളിക്കൂട്. നമ്മുടെ മുറ്റത്ത് ഒരു കോർണറിലായിട്ട് ജാതിയുടെയും മാവിൻ്റെയും ഒക്കെ തണലേറ്റ് അവനങ്ങ് സുഖമായിട്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരു 5 കിളികളും ഉണ്ട്. 4 വലിയ കിളികളും ഒരു കുഞ്ഞിക്കിളിയും. അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ സൗകര്യങ്ങളാണ് ഞാൻ അവർക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്നതെന്ന് കാണാം. പിന്നെ ഈ കിളിക്കൂടിന് പറയാനേ ഒരു കഥയുണ്ട്. ഇതൊരു കിളിക്കൂടായിരുന്നില്ല, ഇതിനെ നമ്മൾ ഇങ്ങനെ ആക്കിയെടുത്തതാണ്. ഒന്നും കളയില്ല എന്നുള്ള നമ്മുടെ ആ ഒരു നിശ്ചയദാർഢ്യമുണ്ടല്ലോ, അതിൽ നിന്നുണ്ടായതാണ് നമ്മുടെ ഈ കിളിക്കൂട്. ഈ കിളിക്കൂടെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതെവിടെ വെക്കണമെന്നുള്ളതായി അടുത്ത ക്വസ്റ്റ്യൻ. അങ്ങനെ ലാസ്റ്റ് തീരുമാനത്തിലെത്തി. ഈ നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു കോണിൽ ഒരു വെയിലും ഒന്നും ഡയറക്റ്റ് അടിക്കാത്ത സ്ഥലത്ത് ഈ മാവിൻ്റെയും ജാതിയുടെയും ഒക്കെ തണലിൽ അങ്ങനെ ഇവർ സേഫായിട്ടിരുന്നോളും. പിന്നെ ഇത് മുൻവശത്തെ മുറ്റമായതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളും. ഇവരെ ഒന്ന് നോക്കും, ഇവരെല്ലാവരും ഉണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ. അപ്പോൾ എല്ലാവരുടെയും കണ്ണെത്തുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മുൻവശത്തെ നമ്മുടെ ഈ മുറ്റം. നമ്മുടെ ഈ കുഞ്ഞി കിളിക്കൂടിനകത്തെ അവർക്കുണ്ടാക്കി കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഉള്ളത് കൊണ്ട് ഓണം പോലെ ചെറിയ സ്ഥലമാണെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അവർക്ക് ഓരോന്നും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ഫ്രഷ് ചെടിയാണ്. ഇത് തീരുമ്പോൾ നമ്മൾ അടുത്തത് വെക്കും. ഇത് പനിക്കൂർക്കലയാണ്. അവർക്ക് മെഡിസിനൽ വാല്യൂ ഉള്ളൊരു സാധനം കൂടിയാണ്. മണ്ണിൽ തന്നെ നട്ടിരിക്കുന്ന ചെടിയാണേ, അതുകൊണ്ട് ഫ്രഷായിട്ട് ആവശ്യം അനുസരിച്ച് കഴിച്ചാൽ മതി. പിന്നെ ഈ ചെടിച്ചട്ടിക്കകത്തൊരു കവലക്കമ്പുണ്ട്. ഏത് കവല വേണേ അവർക്ക് വന്നിരിക്കാം. ഒരു 3 കുടങ്ങളും നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അല്ലാഞ്ഞിട്ടേ 1-2 കമ്പുകൾ കൂടിൻ്റെ തലങ്ങും വിലങ്ങും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹോം മെയ്ഡ് ഊഞ്ഞാലും ഉണ്ട്. ദേ ഊഞ്ഞാലാടാനായിട്ട് അതും ഉപയോഗിക്കാം. ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള ഒരു തീറ്റ എവിടെ നിന്ന് കിട്ടാനാ? ഇതേ ആ ചെടിയേന്ന് വന്ന് അവരിരുന്ന് കഴിക്കുന്ന കണ്ടോ? ഈ പനിക്കൂർക്കലയെ പല ചട്ടികളിലായിട്ട് നമ്മൾ നട്ടുവെച്ചിട്ടുണ്ട്. ഒന്ന് തീർന്നു കഴിയുമ്പോൾ അടുത്ത ചട്ടി എടുത്ത് വെച്ച് കൊടുക്കും. ചട്ടി നിൽക്കുമ്പോഴേ വാടിപ്പോകില്ലല്ലോ. ഇതാണ് നമ്മുടെ തെനപ്പാത്രം. അവിടെ ഒരു കയറ് കെട്ടി അതിലൊരു എസ് കൊളുത്ത് ഫിക്സ് ചെയ്ത് ഇങ്ങനെ നമ്മൾ തൂക്കിയിട്ടിരിക്കുക. എത്രയൊക്കെ ആണേലും തെന വീടില്ല എന്ന് പറഞ്ഞാലും ഉറുമ്പിനെ പിന്നെയും ഒന്നുകൂടെ ബ്ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇതും ചെയ്തിട്ടുണ്ട്. 3 കാലിലും വെള്ളം നിറച്ച പാത്രം വെച്ചിട്ടുണ്ട്. കുടിക്കാനുള്ള വെള്ളം 2 സൈഡിലായിട്ട് ഹാങ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് ചിറക് നനച്ച് കുളിക്കാനായിട്ടേ ഒരു കുഞ്ഞിപ്പാത്രത്തിൽ കുറച്ച് വെള്ളം താഴെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൽ നിന്ന് ഒരു തരി തെന പോലും താഴോട്ട് പോകില്ല. തെനയും പോകില്ല, തോടും പോകില്ല. പിന്നെ അവർക്ക് ആവശ്യമനുസരിച്ച് മാത്രമേ അവർക്ക് തെന കിട്ടുള്ളൂ. വന്ന് താഴേന്ന് ഹോൾ വടി എടുത്താൽ മാത്രം അടുത്ത തെന താഴേക്ക് വരും.